പാരഡി കേസിൽ കണക്കുകൂട്ടൽ പിഴച്ച CPM വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? ആദ്യം മൈക്ക് ചതിച്ചു, ഇപ്പോൾ പാരഡി ഗാനവും. വെട്ടിലായി പോലീസ്. പാരഡി മതിയായി. പത്മകുമാറിനെതിരെ കടുത്ത നടപടിക്ക് CPM. ശബരിമല സ്വർണ്ണ കവർച്ച സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ട പ്രഹരം. സർക്കാരിന് നെഞ്ചിടിപ്പേറ്റി കോടതി ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇരട്ട പ്രഹരം. സംസ്ഥാന സർക്കാരിനും CPMനും നെഞ്ചെടുപ്പേറ്റി കോടതി ഉത്തരവ്. SIT അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ED അന്വേഷണത്തിന് വഴി തുറന്ന കൊല്ലം വിജിലൻസ് കോടതി. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതികളിൽ നിന്ന് തന്നെ ഇരട്ട പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമായിരുന്നു കഴിഞ്ഞുപോയത്. അന്വേഷണത്തിലെ വീഴ്ചകളും പക്ഷപാതിത്വവും ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ SITയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി വഴി തുറന്നത്. 2 ഉത്തരവുകളും സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചെടുപ്പേറ്റുന്നതാണ്. വൻ തിരിച്ചടിയുമായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ കോളിളക്കങ്ങളും സൃഷ്ടിക്കുമെന്ന് ഉറപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസ് സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ പഴുതുകളില്ലാത്ത നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും മറുപടി പറയേണ്ടത് കോടതിയോട് മാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണം ഇഴയുന്നുവെന്നും ചിലരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ ശ്രമമുണ്ടെന്നും ഉത്തരവിലൂടെ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും തുല്യ ഉത്തരവാദിത്വമുള്ള ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, P. വിജയകുമാർ എന്നിവരുടെ അറസ്റ്റ് ഒഴിവാക്കുകയും ചെയ്തതാണ് കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷം അടുത്തൊരു അറസ്റ്റ് ഉണ്ടായത് തന്നെ 3 ദിവസം മുൻപാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A. ശ്രീകുമാറിനെ 2 കേസുകളിലുമായുള്ള പകുതിയോളം പ്രതികളെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. വൻ തോക്കുകളിലേക്കും അന്വേഷണം നീളണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ പുറത്തു വന്നവരെക്കാൾ പ്രമുഖരായവരും അണിയറയിൽ ഉണ്ടെന്ന സൂചനയാണ് വ്യക്തമാകുന്നത്. കേസിന്റെ അന്വേഷണ രേഖകളെല്ലാം EDക്ക് നൽകാൻ കേസ് പരിഗണിക്കുന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെ കേസിൽ കുറെ നാളായി അവസരം കാത്തിരിക്കുന്ന EDക്ക് ഇടപെടാൻ കളമൊരുങ്ങുകയാണ്. കോടതി മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിനും ഇടതുമുന്നണിക്കും കേന്ദ്ര അന്വേഷണം കൂടി വരുന്നുവെന്നത് നെഞ്ചെടുപ്പോടെ കാണാനാകും. അതേസമയം ദീർഘകാലമായി ED അന്വേഷിക്കുന്ന കേസുകൾ പോലെ CPMും മുഖ്യമന്ത്രിയുമായുള്ള BJPയുടെ രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള മറ്റൊരു കേസായി ഇത് മാറുമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ED കേസ് ഏറ്റെടുക്കുമ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം ECIR രജിസ്റ്റർ ചെയ്യും. ഇത് പോലീസ് FIRന് സമാനമാണ്. പക്ഷെ അതുപോലെ പൊതുരേഖയല്ല. കുറ്റാരോപിതരെയും കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക, കള്ളപ്പണത്തിന് തത്തുല്യമായ വസ്തുവകകൾ കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികൾ തുടർന്നുണ്ടാകും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും യുവതീ പ്രവേശവും വിഷയമാക്കി എഴുതിയ പാരഡി ഗാനം അയ്യപ്പനെതിരാണെന്ന് ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് നിയമ നടപടികളുമായി സർക്കാർ തുടക്കത്തിൽ മുന്നോട്ട് പോയത്. എന്നാൽ UDFിൽ നിന്നും മാത്രമല്ല BJPയിൽ നിന്നും CPM സഹയാത്രികരിൽ നിന്നുമൊക്കെ സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതോടെ കേസിൽ നിന്നും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളുണ്ടെന്ന് ആദ്യം വിലയിരുത്തിയ പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ വേണ്ടെന്ന നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി. കേസ് കോടതിയിലെത്തിയാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടിയും നിലപാട് മാറ്റത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചു. അയ്യപ്പന്റെ പേരുപയോഗിച്ച് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാട് നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസ് എടുത്തത്. ഗാനരചയിതാവ് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്തായിരുന്നു FIR. പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും CPM ജില്ലാ കമ്മിറ്റി പിന്മാറി. കഴിഞ്ഞ ദിവസം നടന്ന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പന്തളം രാജകുടുംബാംഗമായ CPM ഏരിയ കമ്മിറ്റി അംഗത്തെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം CPM നിലപാട് മാറ്റി. നിലവിൽ ഗാനത്തിനെതിരെ DGPക്ക് പരാതി കൊടുത്ത തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും സർക്കാർ പിൻവലിയുന്നതിൽ സന്തോഷമുണ്ടെന്നും പിന്നണി പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് UDFിന്റെ മാത്രമല്ല LDFിന്റെ പരമാവധി പാരഡി ഗാനങ്ങളും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ജോലിയുടെ ഭാഗമായി ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉണ്ടായത് വേദനിപ്പിച്ചുവെന്ന് ഗായകൻ ഡാനിഷ് മുഹമ്മദും CMS മീഡിയ ഉടമ സുബൈർ പന്തല്ലൂരും പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപാണ് വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ഇറക്കിയത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥികളുടെ മാത്രം 60 പാരഡി ഗാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ മയക്ക് മൂളിയതിനെടുത്ത വിചിത്രമായ കേസ് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിച്ചത് അടുത്തപ്പിയ പോലീസാണ് 2 വർഷത്തിന് പുറം പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് വീണ്ടും വെട്ടിലായിരിക്കുന്നത്.
വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ്. പാരഡി ഗാന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കമെന്ന നിലയിൽ പ്രതിഷേധം അതിശക്തമായി പ്രതിപക്ഷം ഉയർത്തുമെന്നും അത് പൊതുസമൂഹം ഏറ്റെടുക്കുമെന്നുള്ള വൈകിവെന്ന വിവേകമാണ് സർക്കാരിനുള്ളത്. പാട്ട് വ്യാപിക്കുന്നത് തടയാൻ ഇടപെട്ടിപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ മലയാളികൾക്കിടയിലേക്ക് വരെ പാട്ടെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് മൈക്ക് കേസിന് സമാനമായി സർക്കാർ യു-ടേൺ അടിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വൈറലായ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പരാതിക്കോ ചർച്ചയ്ക്കോ ഇല്ലെന്ന തീരുമാനത്തിൽ പത്തനംതിട്ട CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള പ്രതിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കടുത്ത നടപടി പണ്ടേ വേണമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ഐക്യകണ്ഠേന കടുത്ത നടപടി ശുപാർശ ചെയ്തു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി അറസ്റ്റിൽ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസ് ആയിരുന്നു. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലായി. നേരത്തെ കേസ് അന്വേഷണത്തിൽ ഗുരുതര സ്തംഭനാവസ്ഥ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചിരുന്നു. പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ എന്താണ് കാലതാമസമെന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചിരുന്നു. പഴുതടച്ച അന്വേഷണം വേണമെന്ന ഹൈക്കോടതി മുന്നറിയിപ്പിന് പിന്നാലെയാണ് SIT നടപടി.